ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ജൂലൈ 28 എല്ലാ വർഷവും ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കരൾ കോശങ്ങൾക്കുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ്. മദ്യം, ചിലയിനം മരുന്നുകൾ, രോഗാണുബാധ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നിവ ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാറുണ്ട്. എന്നാൽ പ്രധാന കാരണം വൈറസുകളാണ്. 5 തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. രോഗപകർച്ച. ഹെപ്പറ്റൈറ്റിസ് എ ഇ വൈറസ് ബാധിച്ച ഒരാളുടെ മലം കലർന്ന ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നത് വഴിയാണ് ഇത് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസ് ബാധിച്ച ശരീരസ്രവങ്ങൾ വഴിയാണ് ഇത് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ള ആളുകളിലാണ് ഹെപ്പറ്റൈറ്റിസ് ഡി സാധാരണയായി കണ്ടുവരുന്നത്. രോഗലക്ഷണങ്ങൾ: മഞ്ഞപ്പിത്തം, ഇരുണ്ട നിറമുള്ള മൂത്രം, കടുത്ത ക്ഷീണം, ഓക്കാനം, വിശപ്പില്ലായ്മ, സന്ധിവേദന, പനി. ഹെപ്പറ്റൈറ്റിസ് രോഗനിർണയവും ചികിത്സയും. ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവ പ്രത്യേക ചികിത്സ ആവശ്യമില്ലെങ്കിലും ശരിയായ വിശ്രമവും ഭക്ഷണക്രമവും ഇതിൻ്റെ സങ്കീർണതയെ കുറയ്ക്കും. ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ ബാധിച്ചവർക്ക് സമയബന്ധിതമായ ആൻറ്റിവൈറൽ ചികിത്സയിലൂടെ തടയാൻ കഴിയുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി രോഗികൾക്ക് മാത്രമേ ബാധിക്കുന്ന വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് എ ഇ രോഗങ്ങളെ ചെറുക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ: തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. നന്നായി പാചകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. മലമൂത്ര വിസർജനത്തിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ: ഗർഭിണിയായിരിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് പരിശോധന നിർബന്ധമായും നടത്തുക. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ തന്നെ പ്രതിരോധ കുത്തിവയ്പ് നൽകുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഈ അവയർനെസ് നിങ്ങളിലേക്ക് എത്തിച്ചത് KVM കോളേജ് ഓഫ് ഫാർമസിയുടെ 3rd ഇയർ ഫാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസി പ്രാക്ടീസുമാണ്. ഹെപ്പറ്റൈറ്റിസ്, ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നന്ദി.